വാർത്തയിലേക്ക്. നിതിൻ രാജിന്റെ കുടുംബം മഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിൽ എത്തി. അച്ഛനും സഹോദരിയും അടക്കമുള്ളവരാണ് കോളേജിൽ എത്തിയത്. കഴിഞ്ഞ ദിവസം നിതിൻ രാജിന്റെ അച്ഛനും സഹോദരി ഭർത്താവും കമ്മീഷണർ ഓഫീസിലെത്തി അന്വേഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ആരായുകയും ചെയ്തിരുന്നു. ഇപ്പോൾ നിതിൻ രാജിന്റെ അച്ഛൻ ഇതാ വീണ്ടും തന്റെ മകൻ പഠിച്ച കോളേജിലേക്ക് വീണ്ടും എത്തിയിരിക്കുകയാണ്. കോളേജിലെത്തിയതിന് പിന്നാലെ അദ്ദേഹം പൊട്ടിക്കരയുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. അവസാനമായ കോളേജിൽ വെച്ചാണ് നിതിൻ രാജിന് ജീവൻ നഷ്ടമായത്. ബിജീഷ് ഗോവിന്ദനുണ്ട് വിവരങ്ങൾ നൽകാൻ. ബിജീഷ്, എന്താണ് ഈ ഒരു സന്ദർശനത്തിന് പിന്നിൽ? പ്രിൻസിപ്പലിനെ ഉൾപ്പെടെ പ്രതി ചേർക്കണമെന്ന ആവശ്യമൊക്കെ കഴിഞ്ഞ ദിവസം നിതിൻ രാജിന്റെ അച്ഛൻ ഉന്നയിക്കുകയൊക്കെ ചെയ്തിരുന്നല്ലോ. ബിജീഷ്, കേൾക്കാമോ? കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിൽ വെച്ച് മരണപ്പെട്ട നിതിൻ രാജിന്റെ അച്ഛനും സഹോദരി ഭർത്താവും ഒക്കെ ഇപ്പോൾ കോളേജിലെത്തിയിരിക്കുകയാണ്. ബിജീഷ് ഗോവിന്ദനുണ്ട് വിവരങ്ങൾ നൽകാൻ. ബിജീഷ്, എന്താണ് നിതിൻ രാജിന്റെ അച്ഛൻ വീണ്ടും കോളേജിലെത്തിയത്? പിന്നാലെയാണ് ഇപ്പോൾ കോളേജിൽ ക്യാമ്പസിനകത്ത് കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലേക്കാണ് ഇപ്പോൾ നിതിൻ രാജിന്റെ അച്ഛനെത്തിയിരിക്കുന്നത്. അവസാനമായി തന്റെ മകൻ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ജീവൻ നഷ്ടമായിടത്ത് അദ്ദേഹം എത്തുകയായിരുന്നു. അവിടെ വലിയ രീതിയിൽ പൊട്ടിക്കരയുന്നതും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ബന്ധുക്കൾ കണ്ണൂർ കമ്മീഷണർ ഓഫീസിലെത്തി അവിടെ കമ്മീഷണറുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെ അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയും ചെയ്തിരുന്നു. ഇതിൽ അധ്യാപകരെ ഇതുവരെ അറസ്റ്റ് ചെയ്യാത്തതിലുള്ള അദ്ദേഹത്തിന്റെ അതൃപ്തി അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പ്രിൻസിപ്പലിനെ പ്രതി ചേർക്കണമെന്ന ആവശ്യവും അദ്ദേഹം ഉന്നയിച്ചിരുന്നു. ഇപ്പോൾ ഇതിന്റെ പിതാവ് രാജൻ മെഡിക്കൽ കോളേജിൽ എത്തിയിരിക്കുകയാണ്. അല്പം മുൻപാണ് അദ്ദേഹം മെഡിക്കൽ കോളേജ് ക്യാമ്പസിനകത്ത് എത്തിയത്. ക്യാമ്പസിൽ ആദ്യം നിതിൻ കോളേജിനടുത്ത് എത്തി. തുടർന്ന് നിതിൻ ജീവനൊടുക്കിയ സ്ഥലത്തേക്കാണ് അദ്ദേഹം വന്നത്. ആ ഘട്ടത്തിൽ തന്നെ അദ്ദേഹം വളരെ വികാരാധീനനായിട്ടാണ് കാണപ്പെട്ടത്. ഇപ്പോൾ ആ സംഭവം നടന്ന സ്ഥലത്തെത്തി അവിടെ നിന്ന് അദ്ദേഹം വീണ്ടും കോളേജിന്റെ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. അത് കഴിഞ്ഞ് പ്രിൻസിപ്പൽ ഉൾപ്പെടെയുള്ളവരെ കാണണം എന്നുള്ളൊരു ആവശ്യം അവർ ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ അത് സംബന്ധിച്ച കാര്യത്തിനകത്ത് ഇതുവരെ തീരുമാനമായിട്ടില്ല. ഏതായാലും ഇതിന്റെ അച്ഛൻ രാജൻ, അതുപോലെ തന്നെ സഹോദരി ഭർത്താവ് എന്നിവരടങ്ങിയ സംഘം ഇന്നലെ മുതൽ കണ്ണൂരിലുണ്ട്. കണ്ണൂരിൽ ഇന്നലെ എത്തി അവർ വൈകിട്ട് സിറ്റി പോലീസ് കമ്മീഷണറെ കണ്ടിരുന്നു. അന്വേഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കുടുംബത്തിന്റെ ആവശ്യങ്ങൾ പോലീസ് കമ്മീഷണറെ അറിയിച്ചിരുന്നു. അതായത് ഈ സംഭവത്തിനകത്ത് ആരോപണ വിധേയരായിട്ടുള്ള ഡോക്ടർ റാം, അതുപോലെ തന്നെ സംഗീത എന്നിവരെ ഉടനടി അറസ്റ്റ് ചെയ്യണമെന്നുള്ളതാണ് ആവശ്യം ഉന്നയിച്ചിരുന്നത്. അതുപോലെ തന്നെ കേസ് അന്വേഷണം ഊർജിതമായി മുന്നോട്ട് പോകണം. അതുപോലെ തന്നെ നേരത്തെ തന്നെ തങ്ങൾ ഉന്നയിച്ച ആവശ്യങ്ങളുടെ അകത്ത് കൃത്യമായിട്ടൊരു നടപടി ഉണ്ടാകണം എന്നുള്ളതും ആവശ്യപ്പെട്ടിരുന്നു. അതിന് പിന്നാലെ ഇപ്പോൾ അവർ ക്യാമ്പസിനകത്ത് എത്തിയിരിക്കുന്നത്. ഇതിന്റെ ഓർമ്മകൾ ഉറങ്ങിക്കിടക്കുന്ന ഈ ക്യാമ്പസിനകത്ത് എത്തിയപ്പോൾ അദ്ദേഹം വളരെ വികാരാധീനനായിട്ടാണ് കാണപ്പെട്ടത്. ഏതായാലും ഇപ്പോൾ ആ സംഭവം നടന്ന സ്ഥലം അടക്കം സന്ദർശിച്ച ശേഷം വീണ്ടും കോളേജിന്റെ ഭാഗത്തേക്കാണ് നിതിന്റെ പിതാവ് പോകുന്നത്. അദ്ദേഹം ഈ നിതിൻ രാജ് അവസാനം ചെലവഴിച്ച സ്ഥലങ്ങൾ, മൃതദേഹം കണ്ടെത്തിയ സ്ഥലം ഉൾപ്പെടെ കാണാൻ കൂടിയാണോ എത്തിയത്?
അതുൾപ്പെടെ കാണുമെന്ന് ഇന്നലെ തന്നെ അറിയിച്ചിരുന്നു. ഒപ്പം തന്നെ അവർക്ക് പോലീസിൽ ഇത് സംഭവം സംബന്ധിച്ചുള്ള ചില മൊഴികൾ നൽകേണ്ടതുമുണ്ട്. ഒപ്പം ഈ സഹപാഠികളായിട്ടുള്ള ആൾക്കാർ ഈ സംഭവം സംബന്ധിച്ച് ഇപ്പോൾ പ്രതികരിക്കാത്തതിലും കുടുംബത്തിന് ചെറിയ തരത്തിലുള്ള വിഷമമുണ്ട്. അവർ ഇന്നലെ തന്നെ അത് വ്യക്തമാക്കിയിരുന്നു. വിദ്യാർത്ഥികൾ അവരുടെ ഭാവി ഉൾപ്പെടെ അതിന് ഉൾപ്പെടെയുള്ള ആശങ്ക കാരണമാകാം പരസ്യമായിട്ടൊരു പ്രതികരണത്തിലേക്ക് കടക്കാത്ത എന്നുള്ളതായിരുന്നു ഇന്നലെ കുടുംബം പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികളെ ഇങ്ങോട്ട് വന്ന് കാണും, സഹപാഠികൾ ഉൾപ്പെടെയുള്ളവരെ ഇങ്ങോട്ട് വന്ന് കാണും. പ്രിൻസിപ്പലിനെയും അതുപോലെ തന്നെ നിതിൻ വീണ് മരിച്ച സ്ഥലവും ഉൾപ്പെടെയുള്ളവർ കാണണം എന്നുള്ള ആഗ്രഹം ഇന്നലെ തന്നെ അവർ പങ്കുവച്ചിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് 11:45 കൂടി നിതിന്റെ പിതാവും അതുപോലെ തന്നെ സഹോദരി ഭർത്താവും അടങ്ങിയ കുടുംബം ഇപ്പോൾ ക്യാമ്പസിലെത്തിയിരിക്കുന്നത്. ദിവ്യ, പ്രിൻസിപ്പാളുമായി സംസാരിക്കണം, കാണണം എന്ന ഉറച്ച നിലപാടിൽ തന്നെയാണോ നിതിൻ രാജിന്റെ അച്ഛനുള്ളത്? അതിന്റെ അകത്ത് ഇതുവരെ ഒരു ക്ലാരിറ്റി നമുക്ക് കിട്ടിയിട്ടില്ല. ഇന്നലെ അങ്ങനെ പറഞ്ഞിരുന്നു, പ്രിൻസിപ്പൽ ഉൾപ്പെടെയുള്ളവരെതിരെ അവരെ ഉൾപ്പെടെ കാണണം എന്നുള്ളൊരു ആവശ്യം ഉന്നയിച്ചിരുന്നു. പക്ഷേ ഇന്നലെ പ്രിൻസിപ്പാളിനെതിരെ കേസെടുക്കണമെന്നുള്ള ആവശ്യം കൂടി ഇതിന്റെ പിതാവ് കമ്മീഷണറെ കണ്ട ശേഷം ഉന്നയിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഇപ്പോൾ പോലീസ് അത്തരത്തിലുള്ളൊരു അനുവാദം നൽകുമോ എന്നുള്ള കാര്യത്തിനകത്ത് നമുക്കൊരു വ്യക്തതയില്ല. ഏതായാലും അത്തരത്തിലുള്ളൊരു നീക്കമുണ്ടോ എന്നുള്ളത് പോലീസ് ഇവരെടുത്ത് അന്വേഷിക്കുന്നുണ്ട്. അതിനകത്ത് കൃത്യമായിട്ടുള്ളൊരു മറുപടി പറഞ്ഞിട്ടില്ല. ഏതായാലും മാധ്യമങ്ങളെ കാണുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവിടെ വെച്ചുണ്ടാകും. ഇന്നലെ തന്നെ അവർ പോലീസ് അന്വേഷണം സംബന്ധിച്ച് ചില തരത്തിലുള്ള പ്രയാസങ്ങൾ പറഞ്ഞിരുന്നു. അതായത് അന്വേഷണം നടക്കുന്നുണ്ട്, പക്ഷേ ഈ ഡോക്ടർ റാമിനെയും അതുപോലെ തന്നെ ഡോക്ടർ സംഗീതയും അറസ്റ്റ് ചെയ്യാത്തതിലുള്ള ബുദ്ധിമുട്ട് അവർ ഇന്നലെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ പോലീസിന്റെ അകത്ത് അവർ ഈ സംഭവം സംബന്ധിച്ചുള്ള മൊഴി നൽകി. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇവിടെ വന്ന് ഈ സംഭവ സ്ഥലവും നിതിൻ പഠിച്ച ക്യാമ്പസും കാണുന്നതിലേക്ക് ഈ കുടുംബം തയ്യാറായിരിക്കുന്നത്. കോളേജിൽ ഇപ്പോൾ അച്ഛൻ മാത്രമേ എത്തിയിട്ടുള്ളൂ. ദിവ്യ, ഒന്നുകൂടി ചോദ്യം ആവർത്തിക്കണം. നിതിന്റെ അച്ഛൻ മാത്രമേ കോളേജിൽ എത്തിയിട്ടുള്ളൂ, ക്യാമ്പസിൽ എത്തിയിട്ടുള്ളൂ?